നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരിച്ച ശേഷവും നടപടി. 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ കുളിമുറിയിൽ കെട്ടിത്തൂക്കിയതായി മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ്. അവർ ചെവിയിൽ പറഞ്ഞത് കേട്ടു നിൽക്കാനായില്ല. സിദ്ധാർത്ഥിനെതിരെ മരണശേഷവും പരാതി കെട്ടിച്ചമച്ചു. മരിച്ചയാൾക്കെതിരായ പരാതി പരിശോധിക്കാൻ ICC യോഗം ചേർന്നു. പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ് ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. അവന്റെ കൂടെ പഠിച്ച 4 പേരും സീനിയേഴ്സും ചേർന്നാണ് മർദ്ദിച്ച് അവശനാക്കി 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ പാർപ്പിച്ച ശേഷം കുളിമുറിയിൽ കെട്ടിത്തൂക്കിയത്. ഇത് ഞാൻ ആരോപണമായി പറയുന്നതല്ല, കൂടെ പഠിച്ച കുട്ടികൾ ഇവിടെ വന്ന് എന്റെ ചെവിയിൽ പറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. സിദ്ധാർത്ഥന്റെ സംസ്കാരത്തിന് എത്തിയ സഹപാഠികളിൽ ചിലർ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നെ മാറ്റി നിർത്തി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സഹിക്കാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടികൾക്ക് പേടിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ വെച്ചേക്കില്ല എന്നാണ് അവിടുത്തെ കായിക അധ്യാപകൻ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. കുട്ടികളുടെ ജീവന ഭീഷണി ഉള്ളതിനാലാണ് അവരെ ഇതുവരെ ഞങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കാത്തത്. ഇനി ആ കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഈ സമൂഹം മുഴുവൻ അവർക്കൊപ്പം നിൽക്കും. ഹോസ്റ്റലിൽ SFI നേതാക്കളുടെ നേതൃത്വത്തിൽ റാഗിംഗ് നടക്കാറുണ്ടെന്ന് അവർ മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ് അവിടെയെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച് പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മർദ്ദിച്ച് മൃതപ്രായനാക്കിയ ശേഷം 3 ദിവസം അവന് ഭക്ഷണമോ വെള്ളമോ നൽകിയില്ലെന്നാണ് റിപ്പോർട്ട്. അവന് ഭക്ഷണം നൽകാനല്ലേ ഞാൻ 15 വർഷം ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടത്. അതേസമയം പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിനെതിരെ മരണശേഷവും പരാതി കെട്ടിച്ചമച്ചെന്ന ആരോപണം. മരിച്ചയാൾക്കെതിരായ പരാതി പരിശോധിക്കാൻ ആഭ്യന്തര പരാതി പരിഹാര സമിതി 2 ദിവസം യോഗവും ചേർന്നിരുന്നു. അതേസമയം മകന്റെ മരണത്തിൽ ഡീനെയും പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ കുടുംബം രംഗത്തെത്തി. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതേസമയം വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. വെറ്ററിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. ഇനി 8 പേരെയാണ് പിടികൂടാനുള്ളത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥിനെതിരെ നടന്നത്. ഹോസ്റ്റൽ നടുമുറ്റത്ത് വെച്ചായിരുന്നു സിദ്ധാർത്ഥിനെതിരെ ആൾക്കൂട്ട വിചാരണ നടന്നത്. ആരും സഹായത്തിന് എത്താത്ത നിസ്സഹായതയിലായിരുന്നു സിദ്ധാർത്ഥ്. അടുത്ത സുഹൃത്തുക്കൾ ആരും സഹായത്തിന് എത്തിയിരുന്നില്ല. ഇതെല്ലാം ഉണ്ടാക്കിയ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. ഇക്കഴിഞ്ഞ 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി വെളിച്ചത്തായത്. ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, റാഗിംഗ് എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സർവകലാശാലയിലെ റാഗിംഗ് വിരുദ്ധ സമിതിയിലെ വിദ്യാർത്ഥി പ്രതിനിധി കൂടിയാണ് അറസ്റ്റിലായ അരുൺ. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന ശരിവെക്കുന്ന തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.